മാധ്യമപ്രവർത്തനം എന്നത് കേവലം വാർത്തകൾ നൽകുന്നതിലപ്പുറം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനം കൂടിയാകണം. ആ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിറവേറ്റാൻ ന്യൂസ് 18 ശ്രമിക്കുന്നുവെന്നത് സന്തോഷകരമാണ്. വിവാദങ്ങൾക്കപ്പുറം ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുക്കാനും നമ്മുടെ നാടിൻ്റെ നേട്ടങ്ങളെ അടയാളപ്പെടുത്താനും ഈ ചാനൽ നടത്തുന്ന ശ്രമങ്ങൾ സ്വാഗതാർഹമാണ്. തുടക്കം മുതൽക്ക് നാടിനോടുള്ള പ്രതിബദ്ധത പുലർത്തിപ്പോരുന്ന മാധ്യമ സ്ഥാപനമാണ് ന്യൂസ് 18 കേരളം. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കോവിഡ് കാലത്തും പ്രളയകാലങ്ങളിലും മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലുമൊക്കെ സംസ്ഥാന സർക്കാരിനൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കാൻ ചാനൽ തയ്യാറായി. ഇങ്ങനെ കേരളം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിൽപ്പെട്ട കാലത്തെല്ലാം സംസ്ഥാനത്തിൻ്റെ പൊതുവികാരത്തിനൊപ്പം നിന്ന ചരിത്രമാണ് ന്യൂസ് 18 കേരളത്തിനുള്ളത്. ഇത് ന്യൂസ് 18 കുറിച്ച് പറഞ്ഞ കാര്യമാണ്. എന്നാൽ കേരളത്തിൽ പൊതുവായ മാധ്യമ സംസ്കാരം ഇങ്ങനെയാണെന്ന് പറയാനാവില്ല. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മറച്ചുവെച്ച് ബോധപൂർവം കടുത്ത ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന കാലമാണിത്. നമ്മുടെ സംസ്ഥാനം ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ജനകീയ ബദലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ടു പോകുന്നു. അങ്ങനെയുള്ള സംസ്ഥാനത്തെ ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇവിടെ സജീവമാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ചില മാധ്യമങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഈ വേദി ഉപയോഗിച്ച് പോകുന്നില്ല. വയനാട് ദുരന്തമുഖത്ത് നാട് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മുടെ പൊതുവായ ആത്മവിശ്വാസം തകർക്കാനുള്ള ശ്രമം ചില മാധ്യമങ്ങൾ നടത്തുന്നത് നാം കാണുകയുണ്ടായി. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ചിലരതിനെ പരിഹസിക്കുന്നതും നാം കാണുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ ആ വസ്തുത മറച്ചുവെച്ച് സർക്കാരിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുത്താനാണ് ചിലർക്ക് വ്യഗ്രത. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട വാർത്തയാണ് കേരളം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം എന്ന കാര്യം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച നേട്ടം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, ലോകമാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യാൻ തയ്യാറായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് അത് വാർത്തയേ ആയില്ല. മാത്രമല്ല, അവർക്ക് അപ്പോൾ താല്പര്യം ഇവിടെ പട്ടിണിയുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിലായിരുന്നു. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷത്തോളം വീടുകളാണ് നമ്മളിപ്പോൾ പൂർത്തിയാക്കാൻ പോകുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങളാണ് നാം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഇവിടെ ഇത്തരം ചില മാധ്യമങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല.